ജന്മം കൊടുത്ത അച്ഛൻ സ്വന്തം മക്കളെ പിച്ച് ചീന്തുന്നതും കൊലപ്പെടുത്തുന്നതും ഉപേക്ഷിക്കുന്നതുമൊക്കെ ദിനം പ്രതി വാർത്തകളിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കുപ്പത്തൊട്ടിയിൽ നിന്നും ലഭിച്ച ഒരു പെൺകുഞ്ഞിനു വേണ്ടി വിവാഹം പോലും വേണ്ടെന്ന് വെച്ച അവളെ പൊന്നുപോലെ വളർത്തി വലുതാക്കിയ ഒരു പിതാവിന്റെ കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അവളിപ്പോൾ ആരെന്ന് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. വാർത്തയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഏകദേശം 30 വർഷങ്ങൾക്ക് മുൻപാണ് ഈ കഥ തുടങ്ങുന്നത്. അസമിലെ ടിൻസുക്കിയ എന്ന സ്ഥലത്ത് ഉന്തുവണ്ടിയിൽ പച്ചക്കറി കച്ചവടം നടത്തുകയായിരുന്നു 30 വയസ്സുകാരനും അവിവാഹിതനുമായ സോബറാൻ എന്ന യുവാവ്. ഒരു ദിവസം അദ്ദേഹം പച്ചക്കറി നിറച്ച തന്റെ ഉന്തുവണ്ടി തള്ളിക്കൊണ്ടുപോകുമ്പോൾ വിജനമായ സ്ഥലത്ത് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. അടുത്തു ചെന്ന് നോക്കുമ്പോൾ ഒരു ചോര കുഞ്ഞ് കുപ്പത്തൊട്ടിയിൽ കിടന്ന് കരയുന്നതാണ് അയാൾ കണ്ടത്. കുപ്പത്തൊട്ടിയിലെ ഭക്ഷണ അവശിഷ്ടങ്ങളിൽ നിന്നും പുഴുവരിച്ച നിലയിലായിരുന്നു ആ കുഞ്ഞ്. കുറച്ചുനേരം അവിടെ നിന്നുകൊണ്ട് സോബറാൻ കുറച്ചുനേരം നോക്കിയെങ്കിലും സമീപത്ത് ആരെയും കണ്ടില്ല. പക്ഷേ ആ പിഞ്ചു കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചു പോരാൻ അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല. പിന്നീട് ആ പെൺകുഞ്ഞിനെയും എടുത്തുകൊണ്ട് അയാൾ വീട്ടിലേക്ക് പോയി. തുടർന്ന് അദ്ദേഹം ആ കുഞ്ഞിനെ തന്റെ സ്വന്തം കുഞ്ഞായി വളർത്താൻ തീരുമാനിച്ചു. അയാൾ ആ കുഞ്ഞിനെ ജ്യോതി എന്ന് പേരിട്ട് വിളിച്ചു. അയാൾ അവനെ പൊന്നുപോലെ വളർത്തി. അവൾക്ക് ഒരു കുറവും വരാതെ അവളെ നന്നായി പഠിപ്പിച്ച് അവൾക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുത്തു. അവൾക്ക് വേണ്ടി അയാൾ വിവാഹം പോലും വേണ്ടെന്ന് വെച്ചു. തനിക്ക് വേണ്ടി പിതാവ് ഇങ്ങനെ കഷ്ടപ്പെടുന്നതിൽ അവൾക്ക് ഒരുപാട് സങ്കടമുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇനിയുള്ള കാലം തന്റെ പിതാവിനെ താൻ സംരക്ഷിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ അവൾ വാശിയോടെ പഠിച്ചു മുന്നേറി. ഒടുവിൽ ആ വളർത്തച്ഛന്റെ സ്വപ്നങ്ങൾ ഫലം കാണുകയായിരുന്നു. 2013 ജ്യോതി കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടുകയായിരുന്നു. അടുത്ത വർഷം, അതായത് 2014 അസം പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയിൽ വിജയിക്കുകയും ആദായനികുതി അസിസ്റ്റന്റ് കമ്മീഷണർ തസ്തികയിൽ അവൾക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. ഇനി ഒരിക്കലും അവൾ തന്റെ അച്ഛനെ കഷ്ടപ്പെടുത്തില്ലെന്ന് അവൾ തീരുമാനിച്ചു. തനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട പിതാവിന് വേണ്ടി അവൾ നല്ലൊരു വീട് പണിത് നൽകി. തുടർന്ന് പിതാവിന് അവൾ പൂർണ്ണ വിശ്രമം നൽകി. തനിക്ക് വേണ്ടി തന്റെ അച്ഛൻ ഓരോ കാര്യങ്ങൾ നിറവേറ്റിയതുപോലെ ഇന്ന് ആ അച്ഛന്റെ എല്ലാ കാര്യങ്ങളും സ്വപ്നങ്ങളും നിറവേറ്റി കൊടുക്കുകയാണ് ഈ മകൾ. സോബറാൻ തന്റെ മകളെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ഒരു കുഞ്ഞിനെയും മാലിന്യത്തിൽ നിന്നും എടുത്തിട്ടില്ല. പകരം എനിക്ക് കൽക്കരി ഖനിയിൽ നിന്നും ഒരു വജ്രം ലഭിക്കുകയായിരുന്നു. അത് എന്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കുകയും ഞാൻ അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. എന്തായാലും ആ അച്ഛനും മകളും ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. വഴിയിൽ നിന്നും കിട്ടിയ ആ കുഞ്ഞിനു വേണ്ടി വിവാഹം പോലും വേണ്ടെന്ന് വെച്ച് അവളെ പൊന്നുപോലെ നോക്കി വളർത്തി വലുതാക്കിയ ഈ അച്ഛനാണ് ഈ കഥയിലെ യഥാർത്ഥ ഹീറോ.